ഒരു മെയ് ദിനം കൂടി കടന്നു വരികയാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് മെയ് 1. മനുഷ്യന്റെ പരിണാമകാലം മുതൽക്ക് നിലനിന്നു വന്നിരുന്ന നിരവധിയായ സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ 1856 മെയ് 1 വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. ലോകത്തെ മനുഷ്യന്റെ ചരിത്രം പഠിപ്പിക്കുന്നവരും വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നവരും ഈ മെയ് 1 എന്ന ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ കടന്നുപോവുകയില്ല. ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും സ്വാധീനിക്കുന്ന നിരവധിയായ മതങ്ങളും അതുപോലെ തന്നെ ജീവിത രീതികളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ പ്രചാരം നേടിയിട്ടുള്ള ബുദ്ധമതവും അതുപോലെ ജൈനമതം, പഹയമതം ഇതെല്ലാം തന്നെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇതിനൊന്നും എന്താണ് മനുഷ്യ വംശത്തിന്റെ യഥാർത്ഥ പ്രശ്നമെന്നോ ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുകയെന്നോ ചൂണ്ടിക്കാണിക്കാനോ അതിന് പരിഹാരം കണ്ടെത്താനോ വേണ്ടി സാധിക്കുക എന്നത് അസാധ്യമായിരുന്നു. മനുഷ്യന്റെ സാമൂഹിക ബന്ധങ്ങളെ വർഗീകരിക്കപ്പെട്ടിട്ടുള്ളത് 2 തരത്തിലാണ്. ഒന്ന് മുതലാളിത്തം, ഒന്ന് മുതലാളിയും ഒന്ന് തൊഴിലാളിയും. അതായത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ മൂലധനവും ഇത് കൈവശമുള്ള മുതലാളി തൊഴിലാളിയുടെ അധ്വാനത്തെ വില കൊടുത്ത് വാങ്ങുന്നതാണ്. അതായത് നമ്മുടെ സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഘടനയിൽ സ്വാഭാവികമായിട്ടും മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂടുതൽ ഉൽപാദനം നടത്തുകയും ആ ഉൽപാദനത്തിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന കേവല കമ്പോള സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മുതലാളിത്തം തൊഴിലാളികളെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥാ രീതികളായിരുന്നു പല കാലഘട്ടങ്ങളിലായി നിലനിന്നു പോന്നിരുന്നത്. അത് ആദ്യകാലങ്ങളിൽ അടിമയും ഉടമയുമായി നിലനിന്നു. അത് പിന്നീട് വന്ന സാമൂഹ്യ പരിവർത്തനത്തിൽ ഫ്യൂഡൽ ക്രമത്തിലേക്ക് മാറി. ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അത് നവമുതലാളിത്തത്തിന്റെ രീതിയിലും അതുപോലെ തന്നെ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ തൊഴിലാളികളുടെ രാഷ്ട്രീയ ആവശ്യത്തിന് പ്രാധാന്യം ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും മതത്തിന്റെ സ്വാധീനത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ജീവിത രീതിയുടെ സ്വാധീനത്താലോ അല്ല. അത് 18ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജനിച്ച സഖാവ് കാറൽ മാർക്സും എംഗൽസും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള തൊഴിലാളികളുടെ വിമോചന രാഷ്ട്രീയ സിദ്ധാന്തമായ മാർക്സിസത്തിലൂടെയാണ് എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ മൂലധനം ആരംഭിക്കുന്നത് മൂലധനത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടാവും. സാർവദേശീയ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നുള്ളതാണ്. അതാണ് തുടക്കം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ സിദ്ധാന്തത്തെ നടപ്പിലാക്കുന്ന പ്രവർത്തനം നമുക്ക് ലോകത്തിന്റെ പല മേഖലകളിലും ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങളിലും അതുപോലെ തന്നെ സാമൂഹിക പ്രതിരോധങ്ങളിലും എല്ലാം ദൃശ്യമാകുമെങ്കിലും ആദ്യമായി തൊഴിലാളികൾ തങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ചരിത്രത്തിന്റെ ദിനങ്ങളിൽ രക്തത്താൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ദിവസമാണ് മെയ് 1 എന്ന് പറയുന്നത്. 1806 ഷൂ നിർമ്മാണത്തിൽ ഏർപ്പെട്ട അമേരിക്കയിലെ തൊഴിലാളികൾ നീണ്ട സമയം പണി ചെയ്തിട്ടും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയതിനാൽ സമരം ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായി. സമരങ്ങൾക്ക് സംഘടിത രൂപമുണ്ടായത് മെക്കാനിക്കൽ യൂണിയൻ ഓഫ് ഫിലാഡൽഫിയയുടെ രൂപീകരണത്തോടെയാണ്. അത് അമേരിക്കയിലാണ് രൂപം കൊണ്ടുള്ളത്. ലോകത്തെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ എന്നറിയപ്പെടുന്നതാണ്. തൊഴിൽ സമയം നിലവിൽ പ്രതിദിനം 18 മണിക്കൂറും 20 മണിക്കൂറുമായിരുന്ന ഒരു കാലത്ത് അത് 10 മണിക്കൂറായി കുറയ്ക്കുക എന്നായിരുന്നു അന്നത്തെ സമരത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ബ്രെഡ് നിർമ്മാണ തൊഴിലാളികളും ഇതേ പാത പിന്തുടർന്നുകൊണ്ട് പ്രതിദിനം 10 മണിക്കൂർ തൊഴിൽ എന്ന നിലയിലേക്ക് അവകാശം ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്ത് വരികയുണ്ടായി. ഈ ആവശ്യം ഓസ്ട്രേലിയൻ തൊഴിലാളികളും ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സമരമായി അത് മാറിയിട്ടുണ്ട്. അമേരിക്കൻ തൊഴിലാളികൾ തൊഴിൽ സമയം 8 മണിക്കൂർ എന്ന അവകാശം ഉന്നയിച്ചത് നാഷണൽ ലേബർ യൂണിയൻ എന്ന സംഘടനയുടെയാണ്. അത് 1866 അതേ വർഷം തന്നെ സെപ്റ്റംബറിൽ തന്നെ ജനീവയിൽ നടന്നിട്ടുള്ള 1ാം അന്തർദേശീയ തൊഴിലാളി സമ്മേളനത്തിൽ ഇതേ വിഷയം അംഗീകരിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകി. ആ തീരുമാനമാണ് പിന്നീട് ഇന്ന് കാണുന്ന 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യമായി മാറിയത്. 20 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ പ്രധാന വ്യവസായ കേന്ദ്രമായിട്ടുള്ള ചിക്കാഗോയിൽ മെയ് 1 മുതൽ അവകാശങ്ങൾക്കായി വലിയ സമരങ്ങൾ തുടങ്ങി. എന്നാൽ ഈ സമരങ്ങളെ ഭരണകൂടം മുതലാളിത്ത താല്പര്യത്തിന്റെ ഭാഗമായി അടിച്ചമർത്തി സമാധാനപരമായി യോഗം ചെയ്യുന്ന തൊഴിലാളികളുടെ നേർക്ക് പോലീസ് നടത്തിയിട്ടുള്ള വെടിവെപ്പായിരുന്നു അന്നത്തെ ഹേമാർക്കറ്റ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. യോഗസ്ഥലത്തേക്ക് ഒരു അജ്ഞാതൻ ബോംബെറിയുകയും അതിനുശേഷം പോലീസ് തുടർച്ചയായി വെടിവെക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് അന്ന് ഉണ്ടായിരുന്നത്.
1904 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് 8 മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികം എന്ന നിലയിൽ മെയ് 1 തൊഴിലാളി ദിനമായി കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സാധ്യമായ എല്ലാ ഇടങ്ങളിലും തൊഴിലാളികൾ ഈ മെയ് 1 ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം ആ യോഗം പാസാക്കി. തൊഴിലാളികളുടെ സമരസ്ഥിതിയെ വെറും പ്രാദേശിക വിഷയം മാത്രമായി കണ്ടിരുന്ന സാഹചര്യം മാറിയത് 1871 പാരീസ് കമ്മ്യൂണിറ്റി എന്ന് വിശേഷിക്കപ്പെടുന്ന സംഭവത്തിലൂടെയാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം ഫ്രാൻസിൽ നിലയിൽ വന്നു. അത് എക്കാലത്തെയും മുതലാളിത്ത സംവിധാനത്തിനും ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ അറിയപ്പെടുന്നു. കാറൽ മാർക്സും എംഗൽസും വിശേഷിപ്പിച്ചതുപോലെ തന്നെ മുതലാളിത്ത സൃഷ്ടിയായിട്ടുള്ള തൊഴിലാളി വർഗം തന്നെ മുതലാളിത്തത്തിന്റെ ശവക്കുഴി കൊണ്ടുവന്ന അവസ്ഥ ചരിത്രത്തിൽ സംഭവിച്ചു. ഈ സംഭവമാണ് ലോകത്ത് മുതലാളിത്തം തങ്ങളുടെ അധികാര വ്യവസ്ഥയിൽ നിന്ന് വലിയ തിരിച്ചുപോക്കിന് ഇടയാക്കിയിട്ടുള്ളത്. നാളിതുവരെ ഉണ്ടായിരുന്ന വർഗ ബന്ധങ്ങളിൽ ഏറ്റവും പുരോഗമനപരമായിരുന്നു ഈ മുതലാളിത്തം എന്നുള്ളത്. തങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറാൻ തൊഴിലാളികളുടെ വർഗത്തിന് വരും നാളുകളിൽ കഴിയുമെന്ന ബോധ്യപ്പെടൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും താളം തെറ്റിച്ചു എന്നുള്ളതാണ്. ഈ ചരിത്രങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ലോകത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കപ്പെട്ടിട്ടുള്ളത് ത്യാഗപൂർവമായ സമരങ്ങളിലൂടെയും നിരവധിയായ തൊഴിലാളി നേതാക്കളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര ചിന്തിക്കൊണ്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ് അവകാശങ്ങൾ നേടിയെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ എല്ലാ സാമ്രാജ്യത്വ ശക്തികളും മുതലാളിത്തവും അവരുടെ ആദ്യ പരിഗണനയായി ഉന്മൂലനം ചെയ്യപ്പെടേണ്ട സംഘങ്ങളുടെ പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് എഴുതി ചേർക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈ രാജ്യത്തെ പങ്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് ദരിദ്രരായ മനുഷ്യർ അതിദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് റിപ്പോർട്ടിന്റെ ഭാഗമായി ദ ജസ്റ്റ് പോവർട്ടി ആൻഡ് അൺഏൺഡ് വെൽത്ത് ഓർ കൊളോണിയൽ ഇൻഹെറിറ്റൻസ് എന്ന റിപ്പോർട്ട് പറയുന്ന കണക്ക് പ്രകാരം 350 കോടി മനുഷ്യർ ദരിദ്രരായി കഴിയുന്ന ഒരു ലോകത്താണ് അതിധനികനായ ഒരു ശതമാനം മാത്രം ആകെയുള്ള സമ്പത്തിന്റെ 95% കൈയടക്കി വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലോക ജനസംഖ്യയുടെ 30% ഇന്ത്യയിലാണ്. ലോകത്തെ ഏത് മുതലാളിത്ത ശക്തിയുടെയും വലിയ കമ്പോളമായി നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇവിടെ തൊഴിലാളികളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്ന ഏക പ്രസ്ഥാനം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എന്നുള്ളതാണ്. എണ്ണത്തിൽ ചെറുതാണെങ്കിലും ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫാക്ടറികളിലും തൊഴിലിടങ്ങളിലെല്ലാം സംഘടിക്കുന്ന മേഖലയിലെല്ലാം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ചുവന്ന പതാക പാറിപ്പറക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകർ ഡൽഹിയിലേക്ക് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നാം തൊഴിലാളികൾ എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്നവരെന്നോ അല്ലെങ്കിൽ ശാരീരികമായ അധ്വാനം വിൽക്കുന്നവരെന്നോ മാത്രമല്ല. ഇന്നത്തെ സാഹചര്യം നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഇന്ത്യയിലെ ഐ ടി ഹബ്ബുകളായിട്ടുള്ള ബാംഗ്ലൂരിലും കൊച്ചിയിലും ഹൈദരാബാദിലുമെല്ലാം CITU സംഘടന വലിയ സ്വാധീനം നേടി എന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് കാരണമെന്ന് പറയുന്നത് രാജ്യത്ത് നിയമപരമായി അനുവദനീയമായ തൊഴിൽ സമയം നിലവിലുള്ളതിന്റെ ഇരട്ടിയോളമാക്കണമെന്ന ചില കോർപ്പറേറ്റ് തലവന്മാർ അഭിപ്രായപ്പെടുന്നു. തൊഴിൽ സമയം ആഴ്ചയിൽ 70 മണിക്കൂറാക്കണമെന്ന് ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തി നിർദ്ദേശിച്ചിരുന്നു. 90 മണിക്കൂറാക്കണമെന്ന് മറ്റൊരു കോർപ്പറേറ്റ് മേധാവി SN സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ കോർപ്പറേറ്റ് മുതലാളിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളാണ് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന മനുഷ്യനും ഈ ചെങ്കൊടി എടുത്തുകൊണ്ട് സമരം ചെയ്യുമെന്ന് ഈ മെയ് ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്, എല്ലാ തൊഴിലാളികളും സംഘടിക്കപ്പെടും. പറയുന്നതുപോലെ തന്നെ സർവ്വദേശീയ തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുകയും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നേടിക്കൊണ്ട് തൊഴിലാളികളെ യോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായി, ഇന്നത്തെ ഭരണവർഗ താല്പര്യങ്ങൾക്ക് എതിരായി, ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തൊഴിലാളികൾക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾക്കെതിരായി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് മെയ് ദിനം നമുക്ക് ഓർമ്മപ്പെടുത്താവും. എല്ലാവർക്കും മെയ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം.